കഴിഞ്ഞ 3 ആഴ്ച ദേവികുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തിരക്കിലായിരുന്നു. ഇനി എങ്ങനെയാണ് വിശ്രമമാണോ? ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. 2 മണിക്കൂർ മാത്രമായിരുന്നു ഉറക്കം. എനിക്ക് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ഉറക്കം പോലും കളഞ്ഞ് ഞാൻ ഈ പ്രചരണത്തിൽ ഇറങ്ങിയത്. ഇവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് വീടില്ല, സ്ഥലവുമില്ല, അതുപോലെ കാർഷിക മേഖലയിൽ ഈ പ്രശ്നമുണ്ട്. എന്നെ തിരഞ്ഞെടുത്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും. ഇവിടെ റിട്ടയർഡായി തമിഴ്നാട്ടിൽ പോയാൽ അവിടെയോ സ്ഥലമില്ല, കേരളത്തിലും സ്ഥലമില്ലാത്ത ആൾക്കാർ, പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ, തൊഴിലാളി ഇവിടെ ഉണ്ട്. എന്നെ തിരഞ്ഞെടുത്താൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞേക്കുക, ഇവർക്ക് വീടും സ്ഥലവും ഞാൻ നിയമസഭയിൽ അതിന് ഉന്നയിച്ച് ആ കാര്യങ്ങൾ റെഡിയാക്കി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. അതുമാത്രമല്ല, മൂന്നാറിൽ ഒരു ബസ് സ്റ്റാൻഡില്ല, ടോയ്ലറ്റ് സംവിധാനമില്ല, കുടിവെള്ളം ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. വികസനം വന്ന് ഇവരുടെ കാലഘട്ടത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ 100% ജനങ്ങളുടെ ഒപ്പം ഇരിക്കും. അവർക്കുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാം ചെയ്തിരിക്കും. ഏതായാലും ഈ പാർട്ടി എഫ് രാജയുടെ പേര് തീരുമാനിച്ചപ്പോൾ ഈ ജനങ്ങളിലേക്ക് എത്തി പ്രചാരണം നടത്തി. എന്താണ് ജനങ്ങളൊരു ആദ്യഘട്ടത്തിൽ ഇറങ്ങിയപ്പോൾ എന്താണ് ആവശ്യപ്പെട്ടത്? അവർക്ക് ആദ്യം ഒരു പുതിയ ആളാണ് അവർ നോക്കിയത്. എൻ്റെ കുടുംബത്തിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാർ 2 പേർ MLA ആയിട്ട് ഇരുന്ന മണ്ഡലമായത്. എനിക്ക് പരിചയക്കുറവൊന്നും ഇവർ ആരുടെ അടുത്തും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം ഇതുവരെ ജനങ്ങളായിട്ട് എന്നെ കുറ്റമോ കുഴപ്പമോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പ്രോബ്ലം ഇല്ല ഇവിടെ. ഏതായാലും വിജയപ്രതീക്ഷയാണല്ലേ? 100% വിജയപ്രതീക്ഷ ഉണ്ട്. ഈ ജനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്കും വികസനത്തിനും എല്ലാ കാര്യത്തിലും ഈ ജനങ്ങളുടെ ഒപ്പം ഞാൻ കാണുന്നത് 100% ഉറപ്പ് പറയും. ഏതായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ താൻ 100% വിജയത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എഫ് രാജയുടെ ഒരു വിശ്വാസം. ഏതായാലും വരാൻ പോകുന്ന വിജയപ്രതീക്ഷ ആർക്കാവും എന്നൊരു ആകാംക്ഷ കൂടിയും ഈ ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ചുണ്ട്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.